ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് നവോദയ എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമാണ്. നിങ്ങളുടെ ക്ലാസ് 9ലേക്കുള്ള എൻട്രൻസ് എക്സാമിൽ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്നൊരു ടോപ്പിക് ഇല്ലേ, നമുക്ക് ആ ടോപ്പിക്കിൻ്റെ കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ? നോക്കിയേ, ഈ എക്സ്പ്രഷൻസ് എന്താ? 5x 2x - 3 2x + 3y x² + 1 ഇതെല്ലാം ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് ആണ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? 5x 2x - 3 വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ? വേരിയബിളിൻ്റെ കൂടെ ഓരോ കോഎഫിഷ്യൻസ് ഉണ്ട്, ഓരോ ഓപ്പറേഷൻസ് ഉണ്ട് അല്ലേ? അപ്പം ഈ ഇക്വേഷൻ എന്താ? ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 5x = 0 അല്ലേ? ഒരു ഈക്വൽ ടു സൈൻ വന്നു കഴിയുമ്പം ഇതൊരു ഇക്വേഷനായി. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് 2x - 3 = 0, 2x + 3y = 0. ഇതൊക്കെ എന്താണ്? ഒരു ഇക്വേഷനായി. x² + 1 = 0 അല്ലേ? ഒരു ഇക്വേഷൻ. ഇതിന് RHS സൈഡ് ഉണ്ട്, ഇതിന് LHS സൈഡ് ഉണ്ട് അല്ലേ? ഇനി എപ്പോഴാണ് ഈ ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻ ആവുന്നത്? ഇതൊക്കെ ലീനിയർ ഇക്വേഷൻസ് ആണോ? ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻസിലെ വേരിയബിൾസ് അല്ലേ? ഇവിടെ ഇപ്പോൾ വേരിയബിൾ ഏതാ? എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട് അല്ലേ? ഇവിടെ ആണെങ്കിലോ എക്സ്, ഇവിടെ എക്സ് വൈ അല്ലേ? ഇവിടെ എക്സ്. ഈ വേരിയബിൾസിൻ്റെ പവർ 1 ആണെങ്കിൽ നമുക്ക് പറയാം ഇതെല്ലാം ലീനിയർ ഇക്വേഷൻ ആണെന്ന്. നോക്കിയേ, ഇതെന്താ? പവർ 1 ആണ്, അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? ഇനി ഇത് നോക്കിയേ, വേരിയബിളായ എക്സിൻ്റെ പവർ എന്താ? 1 ആണ് അല്ലേ? സോ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട് അല്ലേ? ഒരു വേരിയബിൾ എക്സ്, ഒരു വേരിയബിൾ വൈ. അതിൻ്റെ പവർ എന്താ? 1 ആണ് അല്ലേ? സോ അതും ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ക്ലിയർ ആണോ? ഇനി ഇത് നോക്കിയേ, ഇതൊരു ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ഈ എക്സ് വേരിയബിളിൻ്റെ പവർ എന്താ? 2. അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? അല്ല, ഇതൊരു ലീനിയർ ഇക്വേഷൻ അല്ല. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഇക്വേഷനിൽ വേരിയബിൾസിൻ്റെ പവർ 1 ആയിരിക്കണം, അല്ലെങ്കിൽ ഓർഡർ 1 ആവുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്ക് അതുമല്ല, ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. എന്താ അത്? ഒരു വേരിയബിളെ കാണാൻ പാടുള്ളൂ അല്ലെ? ഒരു ലീനിയർ ഇക്വേഷൻ ആയിരിക്കണം, അതായത് വേരിയബിളിൻ്റെ മാക്സിമം പവർ 1 ആയിരിക്കണം, അതിൽ ഒരു വേരിയബിളെ കാണാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? ആണ്. ഒരു വേരിയബിളേ ഉള്ളൂ, അതിൻ്റെ പവർ 1 ആണ്, അതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. ഇനി ഇത് നോക്കിയേ, 2x - 3 = 0. ഒറ്റ വേരിയബിളേ ഉള്ളൂ, അതിൻ്റെ പവർ 1 ആണ്, അതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളാണ്. ഇനിയും ഇതോ 2x + 3y. ഇതിനകത്ത് 2 വേരിയബിൾ ഉണ്ട്, അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല. ക്ലിയർ ആണോ? അപ്പം ഇതോ x². ഇത് നമ്മൾ ഓൾറെഡി ലീനിയർ ഇക്വേഷൻ തന്നെ അല്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് രണ്ടുമാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Linear equation in one variable is an equation which has maximum of one variable. ഒറ്റ വേരിയബിളെ കാണാവൂ, ആ വേരിയബിളിൻ്റെ ഓർഡർ അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് ജനറൽ ആയിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് AX + B = 0. ജനറൽ ആയിട്ട് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. AX + B = 0. എന്താണ് പ്രത്യേകത? ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആയിരിക്കണം, അതേപോലെ ആ വേരിയബിളിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? മാക്സിമം 1 ആകാൻ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ ജനറൽ നമുക്ക് എങ്ങനെ പറയാം? AX + B = 0. അവിടെ എക്സ് ആണ് ആ വേരിയബിൾ, എയും ബിയും എന്താ? റിയൽ നമ്പേഴ്സ്. നോട്ട് ഈക്വൽ ടു 0 ആവാൻ പാടില്ല, റിയൽ നമ്പേഴ്സ് ആയിരിക്കണം എയും ബിയും. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ട് എക്സിന്? ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്നതിനകത്ത് ആ വേരിയബിളിന് എത്ര ആൻസർ എന്ത് വരും? എത്ര സൊല്യൂഷനാ? ഓൺലി 1 സൊല്യൂഷൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ എത്ര സൊല്യൂഷൻ ഉണ്ട്? 1 സൊല്യൂഷൻ. നോക്കിയേ, നമുക്ക് ഒരെണ്ണം ഒന്ന് സോൾവ് ചെയ്ത് നോക്കിയേ. അല്ല, സോൾവ് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് നോക്കിയേ, ഇത് കുറച്ച് തന്നിട്ടുണ്ട്. ഞാൻ ABCDEF അല്ലേ? ഇതിനകത്തുനിന്ന് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ? സെലക്ട് ചെയ്തേ. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? 2x - 3 = 5. ഒരു വേരിയബിളേ ഉള്ളൂ, അതിൻ്റെ പവർ 1 ആണ് അല്ലേ? അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇനി 4a + 3b = 7. അതിനകത്ത് എത്ര വേരിയബിൾ ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ ആണോ? അല്ല. 5p + 3 = 7. എത്ര വേരിയബിൾ ഉണ്ട്? ഒരു വേരിയബിൾ ആണ്, അതിൻ്റെ പവറോ 1 ആണ് അല്ലേ? സോ ഇതും എന്താണ്?
ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. അടുത്തത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ. എത്ര വേരിയബിൾ ഉണ്ട്? ഒരു വേരിയബിളേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ പവറോ 2 ആണ് അല്ലേ. സോ ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല. ഇനി ഇതോ 2x + 3y = 10. 2 വേരിയബിൾ ഉണ്ടല്ലേ, അപ്പോൾ ഇത് അല്ല. ഇനി ഇതോ x + 2 × x + 3. പെട്ടെന്ന് കാണുമ്പം ഒരു വേരിയബിളേ ഉള്ള അതിൻ്റെ പവർ 1 ആണെന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെയാണ്. ഒന്നുകൂടെ നോക്കിയേ, x + 2 × x + 3. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടില്ലേ, a + b × c + d എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? a × c + a × d + b × c + b × d അല്ലേ. അതേപോലെ ഒന്ന് എഴുതി നോക്കിയേ. എന്തെഴുതാം? x × x, x² + 3x + 2 × x അല്ലേ. 2x + 2 × 3 6 = 0 എന്നായി എഴുതിയേക്കുന്നത്. അതായത് x² + 5x + 6 = 0. അപ്പോൾ ഇതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണോ? അല്ല. പവർ 2 ആണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഓർഡർ 2 ആണ് വന്നേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതും എന്തല്ല, ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ അല്ല. ക്ലിയർ ആണോ? നോക്കിയേ. അപ്പം ഇത് ഇങ്ങനെയുള്ള ലീനിയർ ഇക്വേഷൻ തന്നിട്ട് ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നോക്കിയേ, 2x - 3 = 5 അല്ലേ. ഒരു ലീനിയർ ഇക്വേഷൻ ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ എന്താ അറിയുന്നത്, രണ്ട് സൈഡിലും അല്ലേ, നമുക്ക് രണ്ട് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ഒരേ ഇത് വെച്ച് ആഡ് ചെയ്യാം, ഒരേ ഡിജിറ്റ് വെച്ച് മൈനസ് ചെയ്യാം, ഒരേ ഡിജിറ്റ് ഡിവിഷൻ ചെയ്യാം, ഒരേ ഡിജിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇത് ചെയ്യാനുള്ള അങ്ങനെ അത്രയും ചെയ്യുന്നതിന് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കിയേ, ഇതിപ്പോൾ എക്സ് കണ്ടുപിടിക്കണം അല്ലേ. ഈ എക്സ് ഉള്ളതിനെ നമ്മൾ എന്തിടാം, വേരിയബിളിൻ്റെ കൂടെ ഉള്ളതിന് ഒരു ഗ്രൂപ്പ് ആക്കണം. അതേപോലെ വേരിയബിൾ ഒന്നും ഇല്ലാത്തതിനെ നമ്മൾ എന്താ പറയും, കോൺസ്റ്റൻസ് എന്ന് പറയും അല്ലേ. കോൺസ്റ്റൻസ് എന്ന് പറയും. ആ കോൺസ്റ്റൻസിനെ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ആക്കണം. ഇനി ഒരു ഈക്വൽ ടുവിൻ്റെ ഇവിടെ ഉള്ള ഇപ്പോൾ ഈ ഒരു 3, ഈ ഒരു ടേം ഈക്വൽ ടുവിൻ്റെ ആ അടുത്ത സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, സൈൻ ചേഞ്ച് വരുന്നുണ്ട് അല്ലേ. അതായത് പ്ലസ് ആയിരുന്നെങ്കിൽ അവിടെ വരുമ്പം അത് മൈനസ് ആവണം. ഇനി മൈനസ് ആണെങ്കിൽ അങ്ങോട്ട് പോകുമ്പം അത് പ്ലസ് ആവും. ഇനി ഇൻറ്റു ചെയ്യുന്ന അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു ടേം ആണ് അപ്പുറത്തോട്ട് പോകുന്നെങ്കിൽ എന്താവും, അത് ഡിവിഷൻ ആകണം. അതേപോലെ ഡിവിഷൻ ആകുന്നതാണ് പോകുന്നെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആണോ? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. അതേപോലെ സൈൻ വരുന്ന അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 + 3 അത് നമുക്കറിയാം, രണ്ട് നമ്പറിനും സെയിം സൈൻ ആണ്. സോ നമ്മൾ ആഡ് ചെയ്യുന്നു, ഏതാണോ ആ കോമൺ സൈൻ അത് ഇടുന്നു. 5 + 3 8. ഇനി -5 - 3 രണ്ട് നമ്പറിനും ഒരേ സൈനാണ് വരുന്നത്, നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, അഡീഷൻ ആണ് ചെയ്യുന്നത് അല്ലേ. 5 + 3 8. ഇനിയും രണ്ടിനും വരുന്ന സൈൻ ഏതാ, നെഗറ്റീവ്. സോ -8. ക്ലിയർ അല്ലേ. ഇനിയും 5 - 3 എന്താ, അത് ഒരെണ്ണത്തിന് പോസിറ്റീവ് ഒരെണ്ണത്തിന് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ മൈനസ് ആണ് ചെയ്യുന്നത് അല്ലേ, സബ്ട്രാക്ഷൻ ചെയ്യണം. 5 - 3 2 ആണ്. ഏതിൻ്റെ സൈനാണോ, ബിഗർ നമ്പറിന് ഏത് സൈനാണോ അത് കൊടുക്കുക. ഇപ്പം ബിഗർ നമ്പർ 5 ആണ്, അത് പ്ലസ് ആയതുകൊണ്ട് +2. ഇനി -5 + 3 അല്ലേ, ഡിഫറൻറ്റ് സൈനാണ്. രണ്ട് നമ്പറിനും ഡിഫറൻ്റ് ആയിട്ടുള്ള സൈനാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നു അല്ലേ. ദറ്റ് ഈസ് 5 - 3 2. ഇനി ഏതിനാ, ബിഗർ നമ്പറിൻ്റെ സൈൻ എന്താ, നെഗറ്റീവ്. സോ നെഗറ്റീവ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ അപ്ലൈ ചെയ്യുക. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട എന്താ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ വേരിയബിൾ ഉള്ളതിനെ ഒരു സൈഡിലും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളതെല്ലാം മറ്റൊരു സൈഡിലേക്ക് നമ്മൾ എഴുതാൻ പോവുക. അപ്പോൾ ഇവിടുന്ന് ചെയ്യേണ്ട എന്താ, ഈ -3നെ ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് പോകണം. അങ്ങനെ ആകുമ്പോൾ എന്താ, മൈനസ് ആയതുകൊണ്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ, അത് പ്ലസ് ആകണം അല്ലേ. ദാറ്റ് ഈസ് 2x = എന്ത് വരും, 5 + 3. ക്ലിയർ അല്ലേ. സോ 2x = 8 ആണ്. ഇനി നമുക്ക് ആ വേരിയബിൾ എടുക്കാം അല്ലേ. എക്സ് മാത്രം എഴുതാം. x ഈക്വൽ, അപ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ള ഏതാ, 2 ആണ് അല്ലേ. അവിടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവണം, അത് ഡിവിഷൻ ആകണം അല്ലേ. x = 8/2. ആൻസർ എന്ത് വരും, 4. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ നമുക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5y -11 = -5. സൈൻ ഒക്കെ ഉള്ളത് ശ്രദ്ധിച്ചോണം. ഇവിടെ x എന്നുള്ള വേരിയബിൾ, അവിടെ y എന്നുള്ള വേരിയബിൾ അല്ലേ. സോൾവ് ഫോർ y. ഇവിടെ y കണ്ടുപിടിക്കുക.
അതേപോലെ നമുക്ക് എത്ര സൊല്യൂഷനാണ് കിട്ടിയത് അത് ശ്രദ്ധിച്ചോണം. ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിന് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? only 1 സൊല്യൂഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് y വേരിയബിൾ ഉള്ള ടേം ഇവിടെ നിർത്തി. കോൺസ്റ്റന്റ് നമ്മൾ അപ്പുറത്തോട്ട് പോയാൽ എന്താകും? -11 ഈക്വലിൻ്റെ ആ സൈഡിൽ പോകുമ്പോഴത്തേക്ക് പ്ലസ് ആവും അല്ലേ? -5 + 11 ദാറ്റ് ഈസ് 5y = എന്ത് വരും? രണ്ടും ഡിഫറൻസ് അതിനായിട്ട് നമ്മൾ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത് അല്ലേ? 11 - 5 6 വരും. ഇനി ഏതാ സൈൻ കൊടുക്കേണ്ടത്? വലിയ നമ്പറിന് പ്ലസ് ആണ് അല്ലേ? അതുകൊണ്ട് പ്ലസ്. ദെൻ y = 6/5. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാ ചെയ്യാം? സോൾവ് 5x + 7/2 = 3/2x - 14. നോക്കിയേ, രണ്ട് സൈഡിലും നമുക്ക് വേരിയബിൾ വരുന്നുണ്ട്. 5x + 7/2 = 3/2x - 14. അപ്പം നേരത്തെ നമ്മുടെ ഒരു സൈഡിലെ ഒരു വേരിയബിൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വേരിയബിളിനെ ഒരു സൈഡിലേക്കും കോൺസ്റ്റന്റിനെ ഒരു സൈഡിലേക്കും മാറ്റാം. ഓക്കെ, അപ്പം ഇവിടെ 5x, ഈ വേരിയബിളിനെ നമ്മൾ ഈക്വൽ ടു ഈ സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ? LHS സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് ആയിരുന്നത് ഇവിടെ വരുമ്പോൾ അത് നെഗറ്റീവ് ആകും അല്ലേ? 5x - 3/2x = ഇനി ഈ കോൺസ്റ്റന്റിന് എന്ത് ചെയ്യണം? അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അല്ലേ? അപ്പോൾ എന്താവും? +7/2 എന്നുള്ളത് എന്താവും? മൈനസ് ആകും. സോ -14 - 7/2. ക്ലിയർ ആണോ? ഇനി നമുക്ക് സോൾവ് ചെയ്തുകൂടായോ? ഇനി ഇത് സോൾവ് ചെയ്തേ. ഇവിടുന്ന് എക്സ് നമ്മൾ കോമൺ എടുത്താൽ എന്ത് വരും? 5 - 3/2. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ -14 - 7/2. ഇനി ഇത് ചെയ്തേ. 5 - 3/2 എന്താ ചെയ്യേണ്ടത്? മേളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? ദാറ്റ് ഈസ് മേളിലും താഴെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5/1 എന്ന തുല്യമല്ലേ 5 എന്ന് എഴുതിയേക്കുന്നത്? അപ്പോൾ എന്ത് വരും? 10 - 3/2 = ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? 14 × 2 -28 - 7/2. ക്ലിയർ ആണോ? സോൾവ് ചെയ്തേ. ദറ്റ് ഈസ് എക്സ് വിൽ ബി x × 10 - 3 7 അല്ലേ? സോ 7x/2 നമുക്ക് ഇങ്ങനെ എഴുതാം. 7x/2 = -28 - 7 എന്ത് വരും? -35. -35/2. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 7x × 2 = -35 × 2. Okay, that is 7x × 2 = -35 × 2 70 അല്ലേ? നെഗറ്റീവ് സൈൻ കൊടുക്കുക. ദെൻ എക്സ് മാത്രം ആകില്ലേ നമുക്ക് 14x എന്ന് എഴുതി കൂടായോ? ഇത് 14x will be equal to -70. that is x will be equal to -70/14. ഓക്കെ, ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? x = -5. ഓക്കെ ആണോ? ആൻസർ എന്ത് വന്ന്? -5. നിങ്ങൾ 2025 നവോദയ എക്സാം എഴുതാൻ പോകുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നവോദയ എക്സാമിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇനി ആ എക്സാം വരുന്നതിന് നല്ല സമയമുണ്ടല്ലേ? അപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും എല്ലാം കിട്ടും. അതേപോലെ എക്സാമുകളും ഒക്കെ അതിന് മുന്നേ മോക്ക് ടെസ്റ്റുകളും ഒക്കെ എഴുതി യഥാർത്ഥ എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയി എഴുതാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഫുൾ റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വീക്ക്ലി എക്സാംസും അതിൻ്റെ ഇവാലുവേഷനും ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും മോഡൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ? മോഡൽ എക്സാം നമ്മളിപ്പോൾ പഠിച്ചത് കൊണ്ട് മാത്രമില്ലല്ലോ, ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മൾ കുറേ മോഡൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്താലേ നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് നമ്മളുടേത്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ഇഫ് 7x = 63 = 1:9. എന്താ 7x = 63 എന്ന് പറഞ്ഞാൽ എന്താ? 7x/63 അല്ലേ? = 1/9.
9. ക്ലിയർ ആണോ? ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 7x ഇൻറ്റു 9 ഈക്വൽ ടു 1 ഇൻറ്റു 63. ദാറ്റ് ഈസ് ഇനി കട്ട് ചെയ്യാമല്ലോ. ദെൻ നമുക്ക് എന്താ വരും? 7 ഇൻറ്റു 9 ഇൻറ്റു എക്സ് ഈക്വൽ ടു 63. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിലുള്ള എളുപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇനി എക്സ് മാത്രമാക്കണമെങ്കിൽ എന്ത് ചെയ്യാം? 63 ഡിവൈഡ് ബൈ ഇവിടെ ചെയ്യുന്നത് അങ്ങ് താഴോട്ട് ഡിവിഷൻ ആവത്തില്ലേ? അത് ഞാനിപ്പോൾ 7 ഇൻറ്റു 9 ചെയ്താലും ഓക്കെ, ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമുക്കറിയാം 63 ആണെന്ന് അല്ലേ. ദാറ്റ് ഈസ് ഇത് 7 ഇൻറ്റു 9 നമുക്ക് 63. 63x ഈക്വൽ ടു 63. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 63 ബൈ 63. ദാറ്റ് ഈസ് 1. ക്ലിയർ ആണോ? ഇനി ഇതൊക്കെ വരുമ്പോഴും ഇവിടെ ഇത് ഇത്രയൊക്കെ ചെയ്യാതെ തന്നെ നമുക്ക് വേഗം ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയാൽ നിങ്ങൾ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി ഇങ്ങനെ ഒരു ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ, മനസ്സിലായി, ഇടയ്ക്ക് പ്ലസ് അല്ല മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബി ഡി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ബിയുടെ സ്ഥാനത്ത് 63, ഡിയുടെ സ്ഥാനത്ത് 9, കോമൺ ഉള്ളത് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ എ ബി അല്ലേ, എയിലും ബിയിലും എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. സിയിലും ഡിയിലും എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതേപോലെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കോമൺ ഉണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഒരിക്കലും ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യരുത്. കാരണം എന്താ? ക്രോസ് നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്, അത്ര ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാണ്ടെ ഈ ഒരു ഇക്വേഷൻ 7x ബൈ 63 ഈക്വൽ ടു 1 ബൈ 9 അല്ലേ. നോക്കിയേ, ഈ 7ഉം 63 കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞുകൂടായോ? എന്താ? 7 ഇൻറ്റു 9 ആണ് 63 അല്ലേ. സോ ഇത് കട്ട് ചെയ്താൽ ഇവിടെ 9 ആയി. ക്ലിയർ ആണോ? ഇനി ഡിനോമിനേറ്റർ കോമൺ ഉണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആവുമ്പോഴാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ പ്ലസ് ഒക്കെ ഇടയ്ക്ക് വരുമ്പോഴല്ല. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 9 എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം അല്ലേ. ബാക്കി എത്രയേ ഉള്ളൂ? എക്സ് ഈക്വൽ ടു 1. ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഇത് മനസ്സിലായവർ ഈ ഒരു രീതിയിൽ ചെയ്യുക. അല്ലാത്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? രണ്ടായാലും നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. √3x മൈനസ് 2 ഈക്വൽ ടു 2√3 പ്ലസ് 4. എന്ത് ചെയ്യാം? √3x മൈനസ് 2 ഈക്വൽ ടു 2√3 പ്ലസ് 4. നോക്കിയേ, എന്താ ചെയ്യേണ്ടത്? എക്സ് ഉള്ള ടേം ഇവിടെ നിൽക്കട്ടെ, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് നമുക്ക് അപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ √3x വിൽ ബി ഈക്വൽ ടു 2√3 പ്ലസ് 4 പ്ലസ് 2. 4 പ്ലസ് 2 എന്താണ്? 6 ആയി അല്ലേ. 2√3 പ്ലസ് 6 ആണ് √3x. ഇനി നമുക്ക് എക്സ് എഴുതണം അല്ലേ. നമുക്ക് എക്സ് എടുക്കണം. അപ്പോൾ എക്സിൻ്റെ കൂടെ ഉള്ള √3 എന്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് അത് ഡിവിഷൻ ആകും. 2√3 പ്ലസ് 6 ബൈ √3. ഇങ്ങനെ ആയില്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഞാൻ 2√3 ബൈ √3 പ്ലസ് 6 ബൈ √3 എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഈ √3 കട്ടായി പോവല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 6 ബൈ √3. നമ്മൾ ഇതിനെയും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. എന്താ? 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? 3 ഇൻറ്റു 2 ആണ് അല്ലേ. ഇനി ഇവിടെ ഒരു √3 ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 3യെ എങ്ങനെ എഴുതാം? 3യെ √3 ഇൻറ്റു √3 എന്ന് എഴുതിക്കൂടായോ? √3 ഇൻറ്റു √3 എന്താ? 3 ആണ് അല്ലേ. നമുക്കറിയാം ജനറലായിട്ട് √(a) ഇൻറ്റു √(a) എന്ന് പറഞ്ഞാൽ എന്താണ്? a ആണ്. ക്ലിയർ അല്ലേ? അതേപോലെ 3യെ നമുക്ക് √3 ഇൻറ്റു √3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ √3 ഇൻറ്റു √3 ഇൻറ്റു 2 എന്ന് എഴുതി 6 അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് 6നെ √3 ഇൻറ്റു √3 ഇൻറ്റു 2 എന്ന് എഴുതി. അപ്പോൾ ഒരു √3യും കട്ടായി പോയി. ബാക്കി എന്തുണ്ട്? 2√3. അപ്പോൾ ഇവിടുത്തെ 2 പ്ലസ് 2√3. ക്ലിയർ ആണോ? ഇതായിരിക്കും ആൻസർ. ഇനി ഒന്നുകൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 2 കോമൺ എടുത്താൽ 2 ഇൻറ്റു 1 പ്ലസ് √3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ആൻസർ. 2 പ്ലസ് 2√3. ക്ലിയർ ആണോ? നെക്സ്റ്റ് ടൈപ്പ്. 6x പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ഈക്വൽ ടു എക്സ് മൈനസ് 3 ബൈ 6 അല്ലേ. ഇവിടെ ഇപ്പം നമുക്ക് താഴെ 3 ഇവിടെ വന്നിട്ട് അതില്ല, ഇവിടെ പ്ലസ് ആണല്ലേ. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമല്ലായിരുന്നു, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമായിരുന്നു. ഇനി ഇവിടെ നമുക്ക് ഇതെല്ലാം കൊടുക്കാം. ഇതിനുള്ള എളുപ്പമാർഗ്ഗം എന്താ? ഇവിടെ ഡിനോമിനേറ്ററിലുള്ള നമ്പേഴ്സ് ഏതാ? 3, 6
അതിൻ്റെ LCM എന്താ? 3യുടെയും 6ൻ്റെയും LCM 6 അല്ലേ? ആ LCM കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? എന്താ ഡിനോമിനേറ്റർ പാർട്ട് നോക്കുക, 3 6 അല്ലേ? അതിൻ്റെ LCM ആദ്യം കണ്ടുപിടിക്കുക. എന്ത് വരും? 6 എന്ന് വരും അല്ലേ? LCM ഓഫ് 3 and 6 6 എന്ന് വരും. ആ 6 കൊണ്ട് ബോത്ത് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം മൾട്ടിപ്ലൈ ഓൺ ബോത്ത് സൈഡ് എന്താ? ബൈ 6. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 6 into 6x plus 1/3 plus 1 equal to 6 into x minus 3 by 6 എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യായി നോക്കിയേ, ഇതിവിടെ കൊടുക്കുമ്പം ഇതിങ്ങനെ അല്ലേ? 6 into 6x plus 1/3 ഇത് പ്ലസ് ഇവിടെ എന്താ? ഈ 6 ഇവിടെ വരും അല്ലേ? രണ്ടും കൂടെ അകത്തോട്ട് മൾട്ടിപ്ലൈ ഉണ്ട്. ഈ 6 ഇതിനും കൊടുക്കണം, അതേപോലെ ഈ 6 ഇതിനും കൊടുക്കണം. ഓക്കെ, ദെൻ ഇവിടെ വരുമ്പോഴോ ഈ 6ഉം കട്ടായി പോയി, എക്സ് മൈനസ് 3. ക്ലിയർ ആണോ? ഇനിയും ചെയ്തേ. ഇവിടെ ഇത് ചെയ്യുമ്പോൾ 6ഉം 3യും കൂടെ കട്ട് ചെയ്ത് 6/3 എന്താണ്? 2 ആകും അല്ലേ? ദാറ്റ് ഈസ് 2 into 6x plus 1 plus 6 equal to x/3. ഓക്കെ ആണോ? ഇനി ഇതിനകത്തോട്ട് കയറ്റിയേ. 2 into 6x 12x plus 2 into 1 2 plus 6 equal to x minus 3. ഇനി 2 plus 6 എന്താ? കോൺസ്റ്റൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് 2 plus 6 8. ഇങ്ങോട്ട് എഴുതാം. ദാറ്റ് ഈസ് 12x plus 2 plus 6 8 equal to x minus 3 അല്ലേ? ഇനിയിപ്പോൾ ഇത് വേരിയബിൾ എക്സ് വേരിയബിളിൽ ഉള്ളതുകൊണ്ട് കോൺസ്റ്റൻ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? എക്സ് വേരിയബിൾ ഒരു സൈഡിലേക്കും കോൺസ്റ്റൻറ്റ് ഒരു സൈഡിലേക്കും എടുക്കാം. സോ 12x ഈ എക്സ് ഈക്വൽ ഈ സൈഡ് വരുമ്പോഴത്തേക്ക് എന്താവും? പ്ലസ് ആയിരുന്നു മൈനസ് ആവും അല്ലേ? മൈനസ് എക്സ് ഈക്വൽ ടു ഈ 8 ഈക്വലിൻ്റെ ആ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. പ്ലസ് ആയിരുന്നു 8, ആ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ആവും. -3 - 8. 12x - x എന്താ? 11x. 11x ഈക്വൽ ടു -3 - 8 -11 അല്ലേ? സോ എക്സ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? -11/11. ആൻസർ എന്താണ്? -1. ക്ലിയർ ആണോ? അപ്പം ഇങ്ങനെയുള്ളത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്റർ പാർട്ടിൻ്റെ LCM എടുത്ത് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ പോലെ തന്നെയാണ്, കുറച്ച് വലുതാണ് അല്ലേ? വലുതാണെന്ന് ഒന്നും നോക്കി ഇതിൻ്റെ ഡിനോമിനേറ്റർ ഒന്ന് നോക്കിയേ. ഏതൊക്കെയാ? 8 24 3 ഒരു സൈഡിൽ അല്ലേ? അടുത്ത സൈഡിൽ 4 24. LCM ഒന്ന് കണ്ടുപിടിച്ചേ. 8 3 24. ആ സൈഡിലാണെങ്കിലും 4 24. എല്ലാത്തിൻ്റെ LCM എന്താ വരുന്നത്? 24 വരും അല്ലേ? 8 3 24. LCM കണ്ടുപിടിക്കുക. 24 ആണ് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ ആണോ? ഇവിടെയും 24 ഇൻറ്റു അതേപോലെ ഈ സൈഡിലും 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഓക്കെ, ഇനി സോൾവ് ചെയ്തേ. ഇവിടെ ഇതിന് 24 കൊടുക്കുമ്പം ഇത് കട്ട് ചെയ്ത് എന്താവും? 3 ആകും അല്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 3x + 6 മൈനസ് ഇതിന് 24 കൊടുക്കുമ്പം 24ഉം 24 കൂടെ കട്ട് ചെയ്തു. എന്തായി? 11x - 8 പ്ലസ് ഈ 24ഉം ഈ 3യും അല്ലേ? ഇതെല്ലാത്തിനും ഇത് നമ്മൾ അകത്തോട്ട് 8 കൊടുക്കുന്നത്. അപ്പോൾ ഈ 24 ഇതിനും കൊടുക്കണം, ഈ 24 ഈ ടേമിനും കൊടുക്കണം, ഈ 24 ഇതിനും കൊടുക്കണം അല്ലേ? 24/3 എന്താവും? 8 ആവും. ദാറ്റ് ഈസ് 8x ഈക്വൽ ടു ഇനി ഈ 24 നമ്മൾ ഇവിടെ കൊടുക്കും അല്ലേ? അപ്പോൾ 24ഉം 4ഉം കൂടെ കട്ട് ചെയ്തിട്ട് അവിടെ 6 ആവും. ദാറ്റ് ഈസ് 3x × 6 അല്ലേ? 3x × 6 മൈനസ് ഇവിടെ കട്ടാകുമ്പോഴും അത് പോയി അല്ലേ? ദാറ്റ് ഈസ് x + 7. ഇനി ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തേ. നോക്കിയേ, ഇത് 3 × 3 9x പ്ലസ് 3 × 6 18 അല്ലേ? ഇനി ഇവിടെ -1 എന്നൊരർത്ഥമാണ് അല്ലേ? -1 എന്നൊരർത്ഥമാണ് മൈനസിന്. അപ്പോൾ -1 × 11x -11x -1 × -8 +8 പ്ലസ് 8x ഈക്വൽ ടു 3x × 6 18x മൈനസ് ഈ -x വന്ന് ഈ മൈനസും പ്ലസ് കൂടെ മൈനസായി. എക്സുകളെല്ലാം ഒന്ന് ആഡ് ചെയ്തേ. 9x 11x 8x അല്ലേ? 9x + 8x - 11x ദാറ്റ് ഈസ് 17x - 11x അല്ലേ? എന്ത് വരും? 6x. സോ 6x പ്ലസ് ഈ 18 കൂടെ എന്തായി? 26 ഈക്വൽ ടു
18x മൈനസ് എക്സ് 17x മൈനസ് 7. ഇനി എന്താ ചെയ്യണ്ടേ? എക്സ് അല്ല ഒരു സൈഡിലേക്ക് വരിക. 6x മൈനസ് 17x ഈക്വൽ ടു മൈനസ് 7 മൈനസ് 26. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്യാം? 6x മൈനസ് 17x എന്ന് പറഞ്ഞാൽ മൈനസ് 11x ഈക്വൽ ടു മൈനസ് 7 മൈനസ് 26 മൈനസ് 33. So x will be equal to minus 33 by minus 11. എന്ത് വന്നു ആൻസർ? 3 അല്ലേ? പോസിറ്റീവ് സൈൻ, രണ്ട് നെഗറ്റീവ് സൈനോടെ കട്ടായി പോകത്തില്ലേ? എന്തായാലും +3. ക്ലിയർ ആണോ? അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നന്നായിട്ടൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.